ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതും ഗോവിന്ദും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. രഞ്ജുവിൻ്റെ കാര്യമൊക്കെ കോളമാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അടിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഗീതു ആണെങ്കിലും പറയും, അമ്മയും മോനും കൂടി കോളമാക്കിയത് ഞാനാണ് ഇതുവരെയെങ്കിലും ആക്കി വെച്ചത്, 3 മാസമെങ്കിലും 3 മാസം, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ അടി കൂടുന്നത് നമ്മുടെ രാധികാമ്മ പുറത്തിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. രാധികാമ്മ കയറി വരും കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് പുറത്ത് കേൾക്കാം, എന്താ കണ്ണാ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, ഞങ്ങൾ ഓഫീസിൻ്റെ കാര്യം പറഞ്ഞാണ് വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നുണ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. രാധികാമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം രാധികാമ്മ അവിടുന്ന് ചമ്മീറ്റ് ആകെ പോവുമായിരിക്കും ചെയ്യുന്നത്. ശേഷം രാധികാമ്മയും വരുണും പുറത്ത് ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുകയായിരിക്കും കേട്ടോ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വഴിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരിക്കും. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിലും പറയുകയാണ് ചെയ്യുന്നത്, പുതിയ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഗീതവും അതുപോലെ തന്നെ അവർണികയും ചേർന്നാണ്, അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുണാണെങ്കിലും പറയുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും വേറൊരു കമ്പനിക്ക് ആ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, ആ പൈസ നമുക്ക് ഷെയർ ചെയ്തെടുക്കാം, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിലും, എനിക്കത് ആ ചതി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കമ്പനി തന്നെയല്ലേ, എങ്ങനെ ഞാൻ ചതിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് വരുൺ പറയും, നമുക്ക് ഒരു പൈസ ചില്ലി കാശ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുകയല്ലേ ഏട്ടൻ, അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിലും പിന്നെ സമ്മതിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഓഫീസായിരിക്കും. അവിടെ അവർണിക നല്ലപോലെ വർക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിലും വന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ അജാസ് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഗീതു ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വർക്ക് ചെയ്യാമല്ലോ, ഗീതു അവർണികയും അതുപോലെ തന്നെ ഗോവിന്ദൊക്കെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അജാസിന് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്, അവർണിക ഇപ്പോൾ തിരിച്ച് പഴയ ലൈഫിലേക്ക് തന്നെ വന്നു, സമാധാനമായി എന്നിങ്ങനെ പറയായിരിക്കും കേട്ടോ. ശേഷം വരുൺ അവിടെ തന്നെയുള്ളൊരു ലേഡി സ്റ്റാഫിനെ ഒരു കർത്തവ്യം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പാസ്വേഡ്, അതായത് അവർണികയുടെ ലാപ്പിൻ്റെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെ ലാപ്പിൻ്റെയും പാസ്വേഡൊക്കെ എങ്ങനെയൊക്കെയോ ചോർത്തിയെടുത്ത് കാര്യം സെറ്റാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ആ മെയിൽ അയച്ചത് ഗീതുവാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയിലാണ് വരുൺ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആ ഒരു ദൗത്യം പാസ്വേഡും കാര്യങ്ങളൊക്കെ ആ ഒരു ലേഡിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വരുൺ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഇനി ഗീതു എന്നേക്കുമായിട്ട് പുറത്താണ്, എല്ലാം അവളുടെ ലാപ്പിൽ തന്നെ ചെയ്യുമ്പോൾ കണ്ണേട്ടൻ അത് വിശ്വസിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് വീടായിരിക്കും. നമ്മുടെ ഗീതു ആണെങ്കിൽ ലാബിൽ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഉമ്മ വയ്ക്കാൻ വരികയായിരിക്കും കേട്ടോ. അപ്പോൾ തട്ടി മാറ്റിയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ റൂമിലേക്ക് വരാനൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിലും പറയും, ഞാൻ പ്രിയയുടെ കൂടെ കിടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയും, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം പിന്നെ അവസാനം ഗീതു വരാമെന്ന് പറഞ്ഞ് പ്രിയേനും കുഞ്ഞിനെയും ഒന്ന് കണ്ടിട്ട് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ആ ലാപ്പ് കൊടുത്തിങ്ങനെ പോവുമായിരിക്കും കേട്ടോ. അങ്ങനെ ഗോവിന്ദ് റൂമിലേക്ക് പോവും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വരുൺ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ പ്രിയയുടെ കുഞ്ഞിനെയൊക്കെ നല്ലപോലെ തലോടി ലാപ്പ് അവിടെ വെച്ചിട്ട് പ്രിയയുടെ റൂമിൽ വെച്ചിട്ട് ഗീതു പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ലാപ്പ് എടുക്കാനായിട്ട് നമ്മുടെ വരുൺ ഇങ്ങനെ പമ്മി വരികയായിരിക്കും. എന്നിട്ട് ആ ലാപ്പ് എടുത്തുകൊണ്ട് പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.